മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർഫസ് ടെൻഷൻ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. സർഫസ് ടെൻഷൻ എന്ന ലിക്വിഡ് പ്രോപ്പർട്ടിയുടെ ചില കോൺസിക്വൻസസ് നമ്മൾ കണ്ടിരുന്നു. അതിലാദ്യത്തേത് ലിക്വിഡ് സർഫസ് വിൽ ഓൾവേസ് ട്രൈ ടു മിനിമൈസ് ദ സർഫസ് ഏരിയ എന്നതാണ്. പിന്നെ നമ്മൾ എന്താ കണ്ടത്? The free surface of a liquid behaves like a stretched elastic membrane. Surface tension നമ്മൾ ഡിഫൈൻ ചെയ്തു ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന്. ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് ആണ് അതിൻ്റെ SI യൂണിറ്റ് എന്ന് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു മേജർ കോൺസെപ്റ്റാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. അത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ the tangent to the liquid surface at the point of contact and the solid surface inside the liquid. Don't forget, the solid surface must be inside the liquid. Angle of contact in the value in a base ചെയ്തിട്ട് ഒരു ലിക്വിഡ് സർഫസിന് ഒരു സോളിഡിനെ വെറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലാർജ് വാല്യൂ ആണെങ്കിൽ ദാറ്റ് ലിക്വിഡ് cannot wet the solid. And if the angle of contact is small, that liquid can wet the solid. ഈ കാര്യങ്ങൾ നമ്മളന്ന് ഡിസ്കസ് ചെയ്തതാണ്. സോപ്സിൻ്റെയും ഡിറ്റർജൻസിൻ്റെയും ആക്ഷൻ നമ്മൾ കണ്ടു. വാട്ടറിലേക്ക് നമ്മൾ സോപ്പോ ഡിറ്റർജൻറ്റോ ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഡിക്രീസ് ചെയ്യും. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് വാട്ടറിന് വളരെ നന്നായി സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടതാണ്. മറ്റൊരു ആപ്ലിക്കേഷനായി നമ്മൾ കണ്ടത് വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആണ്. വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇൻക്രീസ് ചെയ്യും. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ലിക്വിഡിന് ആ സോളിഡിനെ വെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് സർഫസ് ടെൻഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് സർഫസ് ടെൻഷൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കോൺസിക്വൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ് കൺസിഡർ ചെയ്യുന്നു. ഈ ഡ്രോപ്പിനുള്ളിലും പ്രഷർ ഉണ്ടാവും, ഡ്രോപ്പിൻ്റെ പുറത്തും പ്രഷർ ഉണ്ടാവും. ആൻഡ് ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ വി ക്യാൻ ഷോ ദാറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ്. ആൻഡ് ഇൻ ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ്. മനസ്സിലായില്ലേ പറഞ്ഞ എന്താന്ന്? ഒരു സ്പെറിക്കൽ ഡ്രോപ്പിൽ പ്രഷർ ഇൻസൈഡ് വിൽ ബി മോർ ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ്. അതിനെയാണ് നമ്മൾ എക്സസ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി എക്സസ് ഓഫ് പ്രഷർ. ആ ഇക്വേഷൻ നമുക്ക് ഒരുമിച്ച് ഡിറൈവ് ചെയ്യാം. നിങ്ങൾ നോട്ട്ബുക്കിൽ ആദ്യം ഈ ഹെഡിങ് ഒന്ന് എഴുതി വയ്ക്കൂ. എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ്. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഈ ഡ്രോപ്സ് സ്പെറിക്കൽ ഇൻ ഷേപ്പാണ്. അത് സ്പെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത് മിനിമം സർഫസ് ഏരിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സർഫസ് ഏരിയ മിനിമം ആക്കാൻ ഈ ഡ്രോപ്പ് വീണ്ടും അതിൻ്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ഡ്രോപ്സിൻ്റെയും റേഡിയസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്ത് അവസാനം ഡ്രോപ്പ് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറണം അല്ലേ? പക്ഷെ അത് സംഭവിക്കുന്നില്ലല്ലോ. ഈ ഡ്രോപ്പ് ഒരു ഗിവൺ സൈസിൽ ഇക്വിലിബ്രിയത്തിലേക്ക് മാറുന്നു. ഇതെങ്ങനെയാണ് എന്നാണ് നമുക്കറിയേണ്ടത്. ഈ ഡ്രോപ്പ് അതിൻ്റെ സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഡ്രോപ്പിനകത്ത് ഒരു എക്സസ് ഓഫ് പ്രഷർ ഉണ്ടാവും. ഈ എക്സസ് ഓഫ് പ്രഷർ ഈ ഡ്രോപ്പിൻ്റെ ഇന്നർ സർഫസിൽ ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഔട്ട്വേർഡ് ഫോഴ്സിനെ ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. This outward force will try to increase the radius of the drop. ഈ രണ്ട് കണ്ടീഷനും കൂടി ബാലൻസ് ചെയ്ത ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും എല്ലായ്പ്പോഴും ഈ ഡ്രോപ്സ് ഉണ്ടാകുക. നമുക്കാദ്യം ഈ ഡ്രോപ്പിൻ്റെ ഇന്നർ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഔട്ട്വേർഡ് ഫോഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദി ഔട്ട്വേർഡ് ഫോഴ്സ് F ഈക്വൽസ് ഡെൽറ്റ പി ഇൻറ്റു 4πr². എങ്ങനെയാണ് ഈ റൈറ്റ് സൈഡിലെ ഈ ടേം വന്നിരിക്കുന്നത്? നമുക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ അറിയാം. പ്രഷർ ഈക്വൽസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഓർ വാട്ട് ഈസ് ഫോഴ്സ്? പ്രഷർ ഇൻറ്റു ഏരിയ. ഇവിടുത്തെ എക്സസ് ഓഫ് പ്രഷർ ഡെൽറ്റ പി ആണ്.
ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ ഈ ഡ്രോപ്പിൻ്റെ ഇന്നർ സർഫസ് ഏരിയയാണ്, അത് 4πr² ആണ്. അങ്ങനെയാണ് എനിക്ക് ഫോഴ്സ് ഡെൽറ്റ പി ഇൻറ്റു 4πr² എന്ന് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഔട്ട്വേർഡ് ഫോഴ്സ് ആണല്ലോ. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഔട്ട്വേർഡ് ഫോഴ്സ് ഐ അസ്യൂം ദാറ്റ് the radius of the drop increases by a very small amount dr. ഇങ്ങനെ ഡ്രോപ്പിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രോപ്പ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ. നമുക്ക് ആ വർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. യു നോ ദി ഇക്വേഷൻ ഫോർ ദ വർക്ക് ഡൺ ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുത്തെ ഫോഴ്സ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം dr ആണ്. ഇഫ് സോ വർക്ക് ഡൺ ഈക്വൽസ്, എഴുതൂ, നിങ്ങളും ആ ഇക്വേഷൻ എഴുതൂ, വർക്ക് ഡൺ ഈക്വൽസ് ഡെൽറ്റ പി ഇൻറ്റു 4πr² ഇൻറ്റു dr. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷനെ ഒരു ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും. ഡ്രോപ്പിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡ്രോപ്പിൻ്റെ സർഫസ് ഏരിയയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോപ്പിന് പുതിയതായി എത്ര ഏരിയയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അതാണ് ഞാൻ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഡ്രോപ്പിൻ്റെ ഫൈനൽ റേഡിയസ് നോക്കൂ, r+dr അല്ലേ. ഇനിഷ്യൽ റേഡിയസോ r. അപ്പോൾ ഡ്രോപ്പിനുണ്ടായ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഡ്രോപ്പിൽ പുതിയതായി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഏരിയ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ചെയ്തു നോക്കൂ നിങ്ങൾ. ദ ഏരിയ പ്രൊഡ്യൂസ്ഡ് ഈക്വൽസ് 4π ഇൻറ്റു r+dr ദ ഹോൾ സ്ക്വയർ മൈനസ് 4πr². എങ്ങനെ ഇക്വേഷൻ വന്നത് എന്നറിയാമല്ലോ. 4πr² എന്ന് പറയുന്നതാണ് ഒരു ഡ്രോപ്പിൻ്റെ സർഫസ് ഏരിയ. 4πr² എന്നതാണ് ഒരു സ്പെറിക്കൽ ഡ്രോപ്പിൻ്റെ സർഫസ് ഏരിയ. സോ ഫൈനൽ സർഫസ് ഏരിയയിൽ നിന്നും ഇനിഷ്യൽ സർഫസ് ഏരിയ ഞാൻ മൈനസ് ചെയ്തിരിക്കുന്നു. നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആ 4π ഇങ്ങ് കോമൺ എടുക്കൂ, എന്നിട്ട് r+dr ദ ഹോൾ സ്ക്വയർ എന്നത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതൂ. ചെയ്തു നോക്കൂ നിങ്ങൾ. 4π ഇൻറ്റു r² പ്ലസ് 2r dr പ്ലസ് dr² മൈനസ് r². അല്ലേ, കിട്ടിയോ എല്ലാവർക്കും? ആ ബ്രാക്കറ്റിനകത്തുള്ള ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ഒന്ന് നോക്കൂ. ഒന്ന് +r² ആണ്, the last term is -r² and you can cancel both the terms. What about this term dr²? നമ്മൾ ആദ്യമേ പറഞ്ഞു dr is a very small quantity. If dr is very small, dr² will be much smaller, so we can neglect dr². ബാക്കി എന്താ വന്നിരിക്കുന്നത് നോക്കൂ. 2r dr എന്ന ഒരു ടേം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. ആ ടേമിനെ ബ്രാക്കറ്റിന് പുറത്തുള്ള 4πയുമായിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതൂ. സോ യു വിൽ ഗെറ്റ് ദ ഏരിയ പ്രൊഡ്യൂസ്ഡ് ഈക്വൽസ് 8πr dr. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർഫസ് ടെൻഷനെ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തിരുന്നു. അതിലൊന്ന് ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഏരിയ എന്നായിരുന്നു. അപ്പോൾ എസ് ആണ് ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ എങ്കിൽ എസ് ഈസ് ദ എനർജി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഏരിയ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏരിയ 8πr dr ആണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ എനർജി ഗെയിൻ ഡ്യൂ ടു എക്സ്പാൻഷൻ. ആ എനർജി ഗെയിൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ തന്നെയാണ്. ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ എനർജി ഗെയിൻ ആസ് 8πr dr ഇൻറ്റു എസ്, വേർ എസ് ഈസ് ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്. യു മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ആ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്യൂ. ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയെ തന്നെയല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന് വർക്ക് ഡൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എനർജി ഗെയിൻ ആണ്. എനർജി ഗെയിൻ എന്ന് പറയുന്നതും വർക്ക് ഡൺ തന്നെയാണ്. സോ ദീസ് ടു ടേംസ് ആർ ഈക്വൽ. സോ ഇക്വേഷൻ 1ഉം 2ഉം കൂടി ബേസ് ചെയ്തുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഡെൽറ്റ പി ഇൻറ്റു 4πr² dr ഈക്വൽസ് 8πr dr ഇൻറ്റു എസ്. കിട്ടിയോ ഈ ഇക്വേഷൻ? ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യൂ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ടേംസ് ഉണ്ട് അതിനകത്ത്. ആ ടേംസ് ഒന്ന് ക്യാൻസൽ ചെയ്യൂ. ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഡെൽറ്റ പിയുടെ ഇക്വേഷൻ എഴുതും. യു വിൽ ഗെറ്റ് ഡെൽറ്റ പി ഈക്വൽസ് 2s ഡിവൈഡഡ് ബൈ r.
This becomes the expression for the excess of pressure inside a spherical drop of a liquid. You can see that excess of pressure depends only on two factors. The first factor is surface tension of the liquid. More is the surface tension of the liquid, more is the excess of pressure. And the second factor is radius of the drop. Higher the radius of the drop, smaller the excess of pressure. ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തത് ഒരു സ്പെറിക്കൽ ഡ്രോപ്പിനകത്ത് ഉള്ള എക്സസ് ഓഫ് പ്രഷറാണ്. അത് നമുക്ക് 2s/r എന്ന് കിട്ടി. ഇനി നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വർക്ക് ചെയ്യുക. ഇവിടെ ഡ്രോപ്പിനെ മാറ്റിയിട്ട് പകരം നമുക്കൊരു ബബിൾ എന്ന് അസ്യൂം ചെയ്താലോ? ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് ഒരു ഡ്രോപ്പ് അല്ല, പകരം ഒരു ബബിളാണ് എന്ന് വിചാരിക്കും. ഡ്രോപ്പും ബബിളുമായുള്ള ബേസിക് ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ അറിയണം. ഒരു ഡ്രോപ്പിന് എത്ര ഫ്രീ സർഫസ് ഉണ്ട്? ആ ഡ്രോപ്പിൻ്റെ വെളിയിൽ കാണുന്ന ഒരു സർഫസ് മാത്രമേ ഉള്ളൂ, ഔട്ടർ സർഫസ്. ബബിളാകുമ്പോഴോ? ബബിൾ എന്നത് ഹോളോയാണ്. അപ്പോൾ ബബിളിന് ഒരു ഔട്ടർ സർഫസുമുണ്ട്, ഒരു ഇന്നർ സർഫസുമുണ്ട്. സോ എ ബബിൾ ഹാസ് two surfaces while a drop has only one surface. That is the basic difference. ബബിളിൻ്റെ കേസിലും നമ്മൾ ഡ്രോപ്പിൽ കണ്ടതുപോലെ ഇന്നർ സർഫസിൽ ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഔട്ട്വേർഡ് ഫോഴ്സ് ബബിളിൻ്റെ റേഡിയസിനെ dr എന്ന എമൗണ്ട് ഇൻക്രീസ് ചെയ്യിച്ചാൽ പഴയതുപോലെ തന്നെ നമുക്ക് എഴുതാം വർക്ക് ഡൺ ഈക്വൽസ് ∆P 4πr² dr. നമുക്ക് ഇനി ബബിളിൽ പുതിയതായി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഏരിയ പ്രൊഡ്യൂസ്ഡ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 4π × r+dr² മൈനസ് 4πr². ഈ ഇക്വേഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ? നമുക്ക് എങ്ങനെയാണ് ഈ 4πr² കിട്ടിയത്? അതൊരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയാണ്. പക്ഷേ ഇവിടെ ബബിളായപ്പോൾ ഒരു ഔട്ടർ സർഫസ് ഏരിയയും വന്നു, ഒരു ഇന്നർ സർഫസ് ഏരിയയും വന്നു. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ 4πr² അല്ല, പകരം 2 times 4πr² ആവും. എന്ന് പറഞ്ഞാൽ 8πr² ആവും. അപ്പോൾ ഏരിയ പ്രൊഡ്യൂസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 8π × r+dr² മൈനസ് 8πr². നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 16πr dr എന്നായിരിക്കും. കഴിഞ്ഞ കേസിലേതുപോലെ നമുക്ക് എനർജി ഗെയിൻ ഡ്യൂ ടു എക്സ്പാൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ∆P × 4πr² dr ഈക്വൽസ് 16πr dr × s. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് ∆Pയുടെ വാല്യൂ എഴുതൂ. ∆P ഈക്വൽസ് 4s/r. In this case also the excess of pressure is proportional to surface tension of the liquid and it is inversely proportional to radius of the bubble. One more thing you can see, the excess of pressure inside a bubble is twice the excess of pressure inside a similar drop. ഡ്രോപ്പിൻ്റെ കേസിൽ നിങ്ങൾക്ക് 2s/r എന്നും ബബിളിൻ്റെ കേസിൽ 4s/r എന്നുമാണ് കിട്ടിയത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഈ ഡിഫറൻസ് ഓർക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ് എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. എഴുതൂ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി എക്സസ് ഓഫ് പ്രഷർ inside a water drop of radius 0.5 millimeter given surface tension of water is 0.0727 Newton meter inverse. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. കാൽക്കുലേറ്റ് ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ വാട്ടർ ഡ്രോപ്പ്. അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇത് ഡ്രോപ്പ് ആണോ ബബിൾ ആണോ എന്ന് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡ്രോപ്പ്. And the radius of the drop is 0.5 millimeter. So R equals 0.5 millimeter. Convert to meter, 0.5 into 10⁻³ meter. And surface tension of water is given. S equals 0.0727 Newton meter inverse. അത് SI യൂണിറ്റ് തന്നെയാണ്. Now we have to calculate the excess of pressure. നമുക്കറിയാം in this case excess of pressure ∆P equals 2s/r. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾ. എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ നിങ്ങൾക്കറിയാം.
ആ രണ്ട് വാല്യൂസും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 2 into 0.0727 divided by 0.5 into 10 raised to minus 3. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ ആസ് 290.8 പാസ്കൽ. ഇതേ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതൂ. വാട്ട് ഈസ് ദ പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ് ഓഫ് മെർക്കുറി of radius 3.00 millimeter at room temperature? Surface tension of mercury at room temperature is 4.65 into 10 raised to minus 1 Newton meter inverse. The atmospheric pressure is 1.01 into 10 raised to 5 Pascal. Okay, come to the question. What is the pressure inside the drop of mercury? ആ ക്വസ്റ്റ്യൻ കണ്ടോ? എക്സസ് ഓഫ് പ്രഷർ എന്നല്ല ക്വസ്റ്റ്യൻ, പകരം വാട്ട് ഈസ് ദ പ്രഷർ ഇൻസൈഡ് എന്നാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഡിഫറൻസ് ആണത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. റേഡിയസ് ഓഫ് ദി ഡ്രോപ്പ് ഈസ് ഗിവൺ അല്ലേ? റേഡിയസ് ഓഫ് ദി ഡ്രോപ്പ് ഈസ് 3.00 millimeter. കൺവേർട്ട് ടു മീറ്റർ, 3 into 10 raised to minus 3 meter. Surface tension of mercury at room temperature is given. It is 4.65 into 10 raised to minus 1 Newton meter inverse. ഒരു വാല്യൂം കൂടി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് 1.01 into 10 raised to 5 പാസ്കൽ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഡ്രോപ്പിനകത്തെ പ്രഷറാണ്. ഈ ഡ്രോപ്പിനകത്തും പുറത്തും ഒരുപോലെയുള്ള ഒരു പ്രഷറാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടാതെ ഒരു പ്രഷർ എക്സസ് ആയുണ്ട്. ദാറ്റ് പ്രഷർ ഈസ് കോൾഡ് ദ എക്സസ് ഓഫ് പ്രഷർ. സോ ഫസ്റ്റ് ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ എക്സസ് ഓഫ് പ്രഷർ. ദെൻ ദിസ് എക്സസ് ഓഫ് പ്രഷർ ഈസ് ടു ബി ആഡഡ് വിത്ത് ദി അറ്റ്മോസ്ഫറിക് പ്രഷർ ടു ഗെറ്റ് ദി ടോട്ടൽ പ്രഷർ. ആദ്യം നമുക്ക് ആ എക്സസ് ഓഫ് പ്രഷർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? എക്സസ് ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? ഡ്രോപ്പാണ്. സോ ഇറ്റ് ഈസ് 2s ഡിവൈഡഡ് ബൈ r. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into what is s? 4.65 into 10 raised to minus 1 divided by r. r is 3 into 10 raised to minus 3. Calculate ചെയ്ത് നോക്കൂ. You will get the correct answer as 310 Pascal. പക്ഷേ നമുക്ക് വേണ്ടത് ഡ്രോപ്പിനകത്തെ ടോട്ടൽ പ്രഷറാണ്. We know total pressure P equals the atmospheric pressure PA plus the excess of pressure 2s by r. നമുക്ക് രണ്ടിൻ്റെയും വാല്യൂസ് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ടീവ് വാല്യൂസ് 1.01 into 10 raised to 5 plus 310. നമുക്കിത് രണ്ടിനെയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. സ്ക്രീനിൽ ഞാൻ ആ രണ്ട് പ്രഷേഴ്സും കൂടി ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ പ്രഷറിനെ നമുക്ക് 1.0131 into 10 raised to 5 പാസ്കൽ എന്നെഴുതാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന 3 വാല്യൂസും നോക്കൂ. റേഡിയസ് ഈസ് ഗിവൺ 3.00 millimeter. 3 millimeter എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പകരം 3.00 millimeter എന്നാണ് പറഞ്ഞത്. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചതാണ്. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 4.65 into 10 raised to minus 1 Newton per meter എന്നാണ് സർഫസ് ടെൻഷൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത്. അതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നോക്കൂ. 4.65 into 10 raised to minus 1. 10 raised to minus 1 is irrelevant while you calculate the number of significant figures. ഓർക്കുന്നുണ്ടല്ലോ അത്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ വാല്യൂയിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് നോക്കൂ. 1.01 into 10 raised to 5. 1.01 into 10 raised to 5 പാസ്കൽ. അതിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആൻസറിലും നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ എഴുതാൻ പറ്റൂ. സോ വി ഹാവ് ടു റൗണ്ട് ഓഫ്. റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസും നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിൽ കണ്ടതാണ്.
ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് റൗണ്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് 1.01. അവിടെ വരെ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. സോ 3 എന്ന ഡിജിറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ആൻഡ് യു ക്യാൻ സി 3 ഈസ് ലെസ് ദാൻ 5. സോ ആ ഡിജിറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. സോ ദ ഫൈനൽ ആൻസർ ബിക്കംസ് 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ മുമ്പ് കണ്ട ഒരു പോർഷനും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സർഫസ് ടെൻഷനും കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈവ് സിറ്റുവേഷനിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. ആൻ എയർ ബബിൾ ഓഫ് ഡയമീറ്റർ 2.00 millimeter is formed 8.00 centimeter below the surface of water in a beaker. ഡയമീറ്ററിൻ്റെയും ഡെപ്തിൻ്റെയും വാല്യൂസ് തന്നിരിക്കുന്നത് നോക്കുക. 2.00 millimeter എന്നും 8.00 centimeter എന്നുമാണ്. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ. The surface tension of water at the temperature of the experiment is 7.30 into 10⁻²Newton meter inverse. 1 atmospheric pressure equals 1.01 into 10⁵ Pascal. Density of water equals 1000 kilogram per meter cube. And you can take acceleration due to gravity g equals 9.80 meter per second square. Question വായിച്ചു നോക്കൂ. An air bubble of diameter 2.00 millimeter. സോ രണ്ട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യുക. ഒന്ന്, ഇത് ബബിളാണ്. രണ്ടാമത്തേത് ഡയമീറ്റർ ഈസ് ഗിവൺ. ഡയമീറ്റർ ഈസ് 2 millimeter. സോ ദ റേഡിയസ് ഈസ് 1.00 millimeter, which is equal to 10⁻³ meter. An air bubble is formed at a depth of 8 centimeter below the surface of water. എയർ ബബിൾ ഫോം ചെയ്തിരിക്കുന്ന ആ ഡെപ്തിനെ നമുക്ക് എച്ച് എന്നെടുക്കാം. സോ എച്ച് ഈക്വൽസ് 8.00 centimeter or 8 into 10⁻² meter. The value of atmospheric pressure is given. PA equals 1.01 into 10⁵ Pascal, and we have to calculate the total pressure inside the bubble. ഈ സിറ്റുവേഷനിൽ ബബിളിനകത്ത് 3 പ്രഷർ ഉണ്ടാവും. The first one is our usual atmospheric pressure. Second one, the bubble is formed at a depth of h below the surface of water. അവിടെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവുമല്ലോ. തേർഡ് വൺ, ദ എക്സസ് ഓഫ് പ്രഷർ. ഈ 3 പ്രഷറും നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ 3ൻ്റെയും കൂടി സം ആയിരിക്കും ദ ടോട്ടൽ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ. ഫോർ ദാറ്റ്, ഫസ്റ്റ് വി ഹാവ് ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫറിക് പ്രഷർ. PA ഈക്വൽസ് 1.01 into 10⁵ പാസ്കൽ. നമുക്കിനി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. The hydrostatic pressure at a depth of h below the surface of a liquid is given by the equation pH equals h rho g. നേരത്തെ നിങ്ങൾ കണ്ട ഇക്വേഷനാണിത്. ഇവിടെ നിങ്ങൾക്കറിയാം റോ എന്നത് ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ജി ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ അറിയാവുന്ന വാല്യൂസ് എല്ലാം കൂടി നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. pH ഈക്വൽസ് 8 into 10⁻² into 10⁻³ into 9.8. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 784 പാസ്കൽ. ഇപ്പോൾ നമുക്ക് 2 പ്രഷറേ ആയുള്ളൂ. ഇനി ഒരു പ്രഷർ കൂടിയുണ്ട്, ദ എക്സസ് ഓഫ് പ്രഷർ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. നമുക്കിനി ഈ എക്സസ് ഓഫ് പ്രഷർ ഡ്യൂ ടു സർഫസ് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇതൊരു ബബിളാണ്. ബബിൾ എന്ന് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഡെൽറ്റ പി ഈക്വൽസ് 4s/r എന്ന ഇക്വേഷനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ 4s/r എന്നെടുത്തത്? അതെ, നിങ്ങൾക്കറിയാം ബബിൾ ഹാസ് 2 സർഫസസ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ വെൻ ദ ബബിൾ ഈസ് ഫോംഡ് അണ്ടർ വാട്ടർ, യു ചെക്ക് ദ ബബിൾ ഹാസ് 2 സർഫസസ് ഓർ ദ ബബിൾ ഹാസ് ഓൺലി 1 സർഫസ്. യു ക്യാൻ സീ ദാറ്റ് the bubble has only 1 surface when it is underwater. So no need of taking 4s/r. The excess of pressure is given by 2s/r. So delta P equals 2 into
7.3 into 10 raised to minus 2 divided by 10 raised to minus 3. Calculate ചെയ്ത് നോക്കൂ. You will get delta P equals 146 Pascal. So what is the total pressure? ഈ 3 പ്രഷറും കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതിയല്ലോ. ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1.01930 ഇൻറ്റു 10 റൈസ് ടു 5 പാസ്കൽ എന്നാണ്. പക്ഷേ ഇവിടെയും ഒരു പ്രോബ്ലമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. So the final answer also should contain only 3 significant figures. അതിൻ്റെ മീനിങ് എന്താ? നമുക്ക് 1.01 ഇതിനെ റൗണ്ട് ചെയ്യണം അല്ലേ? 1.01 റൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 9 ഡ്രോപ്പ് ചെയ്യണം. 9 ഈസ് മോർ ദാൻ 5. അപ്പോൾ 9നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ 1.01 എന്നത് 1.02 എന്നായി മാറും. So the correct answer to this question is 1.02 into 10 raised to 5 പാസ്കൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എക്സസ് ഓഫ് പ്രഷറിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു സിമ്പിൾ ആക്ടിവിറ്റി ചെയ്യുക. എന്നിട്ട് ആ ആക്ടിവിറ്റിയുടെ റിസൾട്ട് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് 2 ബലൂൺസാണ്. എയർ ഫില്ല് ചെയ്തിരിക്കുന്ന 2 ബലൂൺസാണ്. 2 ബലൂണും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വൺ ഈസ് എ ലാർജ് ബലൂൺ, ദി അതർ വൺ ഈസ് എ സ്മോൾ ബലൂൺ. And these 2 balloons are connected using a pipe. ഒരു സ്ട്രോയും 2 ബലൂണും ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്ത് നോക്കാൻ പറ്റും. ഈ പൈപ്പിനെ ഞാൻ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ക്ലിപ്പ് ഞാൻ റിമൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഈ ക്ലിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അതാണ് നമുക്കറിയേണ്ടത്. ഈ വലിയ ബലൂൺ ചെറുതാകുകയും അതിനോടൊപ്പം ഈ സ്മോൾ ബലൂൺ ബിഗ് ബലൂണായി മാറുകയുമാണോ ചെയ്യുക? അതോ smaller balloon will become more smaller and bigger balloon will become more big അങ്ങനെയാണോ സംഭവിക്കുക? എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് ആദ്യം നമ്മളുടെ തിയറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. അതിനുശേഷം 2 ബലൂണും ഒരു സ്ട്രോയും ഒരു ക്ലിപ്പും കൂടെ യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ എത്തിയ കൺക്ലൂഷൻ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് സ്കൂൾ ഗ്രൂപ്പിൽ ഇത് ഒന്ന് ഡിസ്കസ് ചെയ്യുക. സർഫസ് ടെൻഷൻ എന്ന ലിക്വിഡ് പ്രോപ്പർട്ടിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസിക്വൻസ് ആണ് കാപ്പിലാരിറ്റി. ഈ കാപ്പിലാരിറ്റി എന്ന കോൺസെപ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.